ഹലോ, കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ജഡായു എർത്ത് സെന്ററിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഏകദേശം ഒരു 12 മണിയോടെയാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. ഇവിടേക്ക് വരാൻ വൈകുന്നേര സമയം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ വിശാലമായിട്ടുള്ളൊരു പാർക്കിംഗ് സ്പേസ് ഇവിടെ നമുക്കായി ലഭിക്കും. മലമുകളിലേക്ക് പോകാൻ കേബിൾ കാർ സൗകര്യവും ലഭ്യമാണ്. അതല്ല, നടന്നു കയറാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പോകാം. ഞങ്ങൾ കേബിൾ കാറാണ് തിരഞ്ഞെടുത്തത്. നടന്നു കയറുന്നവർക്ക് ഏകദേശം 300 രൂപയും കേബിൾ കാർ വേണ്ടവർക്ക് ഏകദേശം 500 രൂപയുമാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നിരക്ക്. ടിക്കറ്റിനായി ക്യാഷ് കയ്യിൽ കരുതുന്നതാണ് നല്ലത്. ഇവിടെ ഓൺലൈൻ പേയ്മെന്റ് സൗകര്യം എപ്പോഴും ലഭിക്കണമെന്നില്ല. വളരെ നല്ലൊരു അനുഭവമാണ് കേബിൾ കാർ യാത്ര. ഇരുവശങ്ങളിലും വയലുകളും മലനിരകളും ഒക്കെ കണ്ടുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോൾ അതൊരു വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും ആകർഷണീയത 200 അടി നീളവും 150 അടി വീതിയും ഏകദേശം 75 അടി ഉയരവുമുള്ള ജഡായു ശില്പമാണ്. രാജീവ് അഞ്ചലാണ് ഇതിന്റെ ശില്പം. രാമായണ കഥയുമായി ഏറെ ബന്ധമുള്ള പക്ഷിയാണ് ജഡായു. രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ തടഞ്ഞ ജഡായുവിന്റെ ചിറകുകൾ രാവണൻ അരിഞ്ഞു വീഴ്ത്തി. ചിറകറ്റു വീണ ജഡായു വന്ന് പതിച്ച പാറയാണ് ജഡായു പാറ എന്ന് പറയപ്പെടുന്നു. ഈ ശില്പത്തിനുള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട്. പണി ഇതുവരെ തീരാത്തതിനാൽ സഞ്ചാരികൾക്ക് ശില്പത്തിനുള്ളിലേക്ക് പ്രവേശനമില്ല. വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ള അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചില്ല. ശില്പത്തിന് മുൻവശത്തായി ഒരു ശിലാഫലകമുണ്ട്. ജഡായുവിനെ കുറിച്ച് ONV എഴുതിയ കവിത 3 ഭാഷകളിലായി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ശില്പത്തോട് ചേർന്ന് തന്നെ ഒരു ശ്രീരാമ ക്ഷേത്രമുണ്ട്. ഞങ്ങൾ അവിടെ ദർശനം നടത്തിയ ശേഷമാണ് മുടങ്ങിയത്. അതോടൊപ്പം ഈ പാറയിൽ നമുക്ക് ശ്രീരാമന്റെ കാൽപാദവും കാണുവാൻ സാധിക്കും. ഈ കാഴ്ചകളെല്ലാം കണ്ട ശേഷം കേബിൾ കാറിൽ തന്നെയാണ് ഞങ്ങൾ താഴേക്ക് പോയത്. ശില്പത്തിന് ഉള്ളിലേക്കുള്ള പ്രവേശനമില്ലാത്തതിനാൽ വെയിലിന്റെ ചൂട് ഞങ്ങളെ നന്നായി ബുദ്ധിമുട്ടിപ്പിച്ചു. അതിനാൽ അധിക നേരമൊന്നും അവിടെ ചിലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. ഇനി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.